ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ 2 ദിവസം പനിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് 2 ദിവസം വീഡിയോ ഇല്ലാത്തത്. ഞാൻ മിന്നാന്നിട്ട് ലോങ് വീഡിയോ ഒരു ദിവസം മുന്നത്തെ ആട്ടോ. പിന്നെ ലച്ചു മദർസ് വിട്ട് വന്നിട്ടുണ്ട്, പാച്ചും ഉണ്ട്. പാച്ചു തറവാട്ടിൽ പോയി. അപ്പം നമ്മളൊന്ന് തറവാട്ടിൽ പോകുക കേട്ടോ. ഉമ്മാക്ക് തീരെ സുഖമില്ല, പനിയാണ്. അപ്പം ഇന്നലെ ഉമ്മാക്ക് വയ്യായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം മക്കൾ ഇടക്കിടക്ക് അവിടെ തന്നെ ആയിരുന്നു കേട്ടോ. എനിക്ക് പോകാൻ പറ്റിയില്ല, കാരണം ഞാനും പനിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മേലെ പോയി നോക്കിയിട്ട് വരാം. പാച്ചിപ്പം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. പിന്നെ സൗണ്ടൊന്നും ശരിയായിട്ടില്ല കേട്ടോ, നല്ല ചുമ ഉണ്ട്. പിന്നെ നമുക്ക് ഉമ്മാൻ്റെ അടുത്ത് പോയി നോക്കിയിട്ട് വരാം. ഉമ്മാക്ക് എന്തെങ്കിലും കഞ്ഞിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുത്തിട്ട് വരാം. പിന്നെ തീരെ സുഖമല്ലെങ്കിൽ ഉമ്മനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരും. അല്ലെങ്കിൽ ഒരുവിധം കഴിയുമെങ്കിൽ ഉമ്മ വരൂല കേട്ടോ. കാരണം ഉമ്മക്ക് ഇവിടെ ടൈലായതുകൊണ്ട് പിന്നെ ഉമ്മ നിൽക്കൂല, ഭയങ്കര തണുപ്പാന്ന് പറഞ്ഞിട്ട് നിൽക്കൂല. പിന്നെ അതേപോലെ തന്നെ കേട്ടോ അനിയൻ്റെ അവിടെയും നിൽക്കൂല, അതും വയലാണ്. അപ്പോൾ അവിടെയും നിൽക്കൂല കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് ഉമ്മാൻ്റെ വീടേ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം. പോയി നോക്കിയിട്ട് തീരെ കഴിയില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഉമ്മാനെ വാശി പിടിച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ ഉമ്മ വരൂല കേട്ടോ. ഒരുവിധം കഴിയാണെങ്കിൽ ഉമ്മ എന്തായാലും വരൂല. അപ്പം നമുക്ക് അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷം നോക്കാം. എൻ്റെ ഇവിടുത്തെ ഒരുവിധം പണിയൊക്കെ ആയിട്ടോ. ഇപ്പോൾ ഇവർ ചായ കുടിച്ച പാത്രമുണ്ട്. നമുക്ക് നല്ല വെയിൽ വരുന്നതിൻ്റെ മുന്നേ ഉമ്മനെ പോയി നോക്കിയിട്ട് വരാം. ബാക്കി വിശേഷം അവിടെ നിന്ന് കാണാം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ ഇതാ അടുത്ത വീട്ടിൽ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് പുറത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ലിച്ചു അതിനെ കളിപ്പിക്കുകയാണ്. അപ്പോൾ ഓക്കൊന്ന് വേണമെന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ വയലിലൂടെ പോവുകയാണ് കേട്ടോ. നമ്മൾ വയലല്ലേ, അപ്പോൾ അതിലൂടെ പോവുകയാണ്. അപ്പോൾ കേട്ടോ നമ്മുടെ വയലിൻ്റെ ഒരു വ്യൂ ഇതാണ് കേട്ടോ. ഇതാണ് അപ്പം നമ്മുടെ വീടാട്ടോ. അതാ കാണുന്നത് ഈ ഫസ്റ്റ് കാണുന്നല്ല, രണ്ടാമത്തത്. പിന്നെ ഇതാ മെയിൻ റോഡിൽ കൂടെയും പോവാട്ടോ. ഞാൻ പിന്നെ ഈ ചെറിയൊരു വഴി കൂടെ പോവുകയാണ് കേട്ടോ. എന്താ ഈ ഒരു ചെറിയൊരു 3 അടി വഴി കൂടെ പോവുകയാണ്. അപ്പം ഇതാട്ടോ വീട്. നമ്മുടെ പാച്ചുണ്ട് കേട്ടോ അവിടെ. പാച്ചുക്ക് ഇനിയിപ്പോൾ എവിടെ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഇവിടെ വരുന്നതിൻ്റെ ഒരു സന്തോഷവും സുഖവും വേറെ കിട്ടൂല കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങോട്ടേക്ക് വരണം, ഉമ്മാനെ കാണണം, അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു നിർബന്ധം. ഇതാട്ടോ പിന്നെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതലുള്ളൊരു സംഭവമാണ് കേട്ടോ പൂച്ച. പിന്നെ ഇതാട്ടോ ഈ വീട്ടിലോട്ടാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന വീടാട്ടോ ഇത്. അപ്പം അന്നൊക്കെ നല്ല വീടായിരുന്നു കേട്ടോ. ഇപ്പം മൊത്തം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ നിലമാണ് കേട്ടോ. ഇത് മൊത്തം പൊട്ടി പൊളിഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഇഷ്ടംപോലെ പൂച്ചകളും ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവിടെ പോയിട്ട് ഉമ്മാക്ക് അലക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ട് കൊടുത്തു. ഉമ്മാൻ്റെ നെയ്റ്റ് അങ്ങനെ പാച്ചുവിൻ്റെതും ഉണ്ടായിരുന്നു കേട്ടോ. പാച്ചു ഒരു ദിവസം ഇവിടെ ആയിരുന്നു കൂടിയത്. അപ്പോൾ പാച്ചുവിൻ്റെതും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കിയിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ അതാ ഈ നമ്മുടെ തോൽപ്പെട്ടിയിൽ ഏറ്റവും കൂടുതൽ പൂച്ചേനെ വളർത്തുന്നതും ഇങ്ങനൊരു പൂച്ചേനെ സ്നേഹിക്കുന്ന ആൾ നമ്മുടെ ഉമ്മ കേട്ടോ. അത്രയും പൂച്ചകളുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ ഈ ചപ്പ് നമ്മുടെ പുട്ടിൻ്റെ വെള്ളത്തിലൊക്കെ ഇട്ടാലും പിന്നെ ആവി കയറ്റുന്ന പാത്രത്തിലൊക്കെ ഇട്ടാൽ ആ വെള്ളത്തിലിട്ട നല്ലൊരു മണം കേട്ടോ. ഈ ബിരിയാണീൻ്റെ ഒക്കെ ഒരു മണമാണ് ആ ചപ്പ് കേട്ടോ. പിന്നെ ഇതാ ഉമ്മ പൂച്ചക്ക് പാലൊഴിച്ച് വെച്ചതാട്ടോ. ഇവിടെ ഉമ്മാക്ക് തിന്നാനില്ലെങ്കിൽ ഉമ്മ പൂച്ചക്ക് തിന്നാൻ കൊടുക്കും കേട്ടോ. അത് പാലും പിന്നെ ഉണക്കമീൻ പൊടിച്ചിട്ടൊക്കെ കൊടുക്കും കേട്ടോ. പിന്നെ വീടിൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും പറയണ്ട. വീട് മൊത്തം പോയിട്ടുണ്ട് കേട്ടോ, ഫുള്ള് നാശമായിട്ടുണ്ട്. പിന്നെ അതാ ലിച്ചു അവിടെ വന്നപ്പോൾ അതാ മുടിയൊക്കെ വാരിയാണ് ഇതാട്ടോ. ഇവിടെ കുറച്ച് ചെടികളുണ്ട്, ഒരുപാട് ചെടികൾ ഉണ്ടായതായിരുന്നു കേട്ടോ ഇവിടെ. ഇപ്പോൾ ഉമ്മക്ക് കഴിയാണ്ടായതുകൊണ്ട് അങ്ങനെ ഇപ്പോൾ ചെടികളൊന്നും ഇതാക്കലില്ല കേട്ടോ. പിന്നെ അതാ ഉമ്മ ഉള്ളിൽ കഞ്ഞി കുടിക്കുന്നുണ്ട് കേട്ടോ. കഞ്ഞി കുടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പിന്നെ അതാ പൂച്ചേൻ്റെ കളി കേട്ടോ. ലിച്ചു കളിപ്പിക്കുന്നതാണ് പൂച്ചേനെ. ഒരുപാട് പൂച്ചകളുണ്ട് കേട്ടോ അവിടെ. പൂച്ചക്കുട്ടീനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എന്നും പൂച്ചേനെ കളിപ്പിക്കൂ. പിന്നെ ഇതാ അവിടെ പ്രസവിച്ചെടുക്കുന്ന 3 കുട്ടികളാട്ടോ. അപ്പം
പ്രസവിച്ച് എണീറ്റ് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കിടക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ കുട്ടികളെ ലച്ചു എൻ്റെ മടിയിൽ കൊണ്ടുവന്ന് ഇരുത്തിയത് കേട്ടോ. പെട്ടെന്ന് എനിക്ക് 3 മടിയിൽ ഇരുത്തിയപ്പോൾ പെട്ടെന്നൊരു ഭയം വന്നു കേട്ടോ. പിന്നെ അതാ കുട്ടികളെ കളികളൊക്കെ നമുക്ക് ഇനി കാണാം. പൂച്ചക്കുട്ടികളത് നമ്മുടെ വാതിലൊക്കെ കണ്ടിട്ടില്ലേ, എല്ലാം വീട് മൊത്തം ഇതായിട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൂച്ചക്കുട്ടികളെ കളിയാണ്. അപ്പോൾ ഇതാട്ടോ വീട്. ഒരു ഉമ്മയുണ്ട്, കുറേ പൂച്ചകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് വീട്. വീട് മൊത്തം ചുമരും അതേപോലെ സൈഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ റൂം, അതിൻ്റെ അപ്പുറത്തത് അനിയൻ്റെ റൂമാണ് കേട്ടോ. അങ്ങനെയായിരുന്നു ഞങ്ങളിവിടെ കഴിഞ്ഞത്. ചെറിയൊരു വീട് കേട്ടോ. അപ്പോൾ നല്ല ഇച്ചതാ പൂച്ചനെ കളിപ്പിക്കുകയാണേ. നല്ല രസമുണ്ട് കേട്ടോ കുട്ടി ഇങ്ങനെ കളിക്കുന്ന കാണാൻ. അപ്പോൾ കുറച്ച് നമുക്ക് കാണാം. ഇത് ഇത്ര റോഡ് സൈഡ് തന്നെയാണ് കേട്ടോ നമ്മുടെ വീടുള്ളത്. ഇത് ഇത്ര അടുത്താട്ടോ. അപ്പോൾ ഉമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. ഉമ്മ വെയിലത്ത് ഇരിക്കുക കേട്ടോ. ഉമ്മക്ക് തണുത്തിട്ട് വെയിലത്തിരിക്കുകയാണേ. അപ്പോൾ ഉമ്മ ആകെ പനിച്ച് ക്ഷീണം പിടിച്ചിട്ടാട്ടോ ഉള്ളത്. അപ്പോൾ പാച്ചു അവിടെ സിമെൻറ്റ് തേക്കുക കേട്ടോ. ഫുള്ളും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റ് തേക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ വീട്. ഇത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ പോലെ നൗഷുക്കൊന്ന് പെയിൻ്റ് അടിച്ചതായിരുന്നു കേട്ടോ. അത് പാച്ചു തന്നെ മൊത്തം അതിൻ്റെ മുകളിലൊക്കെ ഓൻ്റെ മദ്രസ പഠിക്കുന്ന സ്കൂൾ പഠിക്കുന്നൊക്കെ എഴുതി വെച്ച് മൊത്തം നശിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഉമ്മാൻ്റെ അടുത്ത് ഇരുന്നിട്ട് തിരിച്ചതാ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ നമ്മൾ തറവാട്ട് പോയിട്ട് ഇതാ ഇപ്പോൾ വീട്ടിലോട്ട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മക്ക് പനി കുറച്ച് കുറവൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മ പിന്നെ നടക്കുന്നു ഇതാക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പോയിട്ട് അലക്കി കൊടുത്ത് കുറച്ച് പണിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് അങ്ങനെ വന്നു കേട്ടോ. കഞ്ഞിയൊക്കെ എടുത്തു കൊടുത്തിട്ട് വന്നു. അപ്പം ഉമ്മനെ അങ്ങോട്ടേക്ക് വിളിച്ചു കേട്ടോ. അപ്പം ഉമ്മ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. തീരെ കടപ്പിലൊന്നും അല്ല കേട്ടോ. ഉമ്മക്ക് ചിലപ്പോൾ അങ്ങോട്ട് വാദം കൂടി ഉള്ളതുകൊണ്ട്
പനിക്കുമ്പോൾ നന്നായിട്ട് ഉമ്മക്ക് ഇതാകുന്നുണ്ട് കേട്ടോ. മേലൊക്കെ നല്ല ക്ഷീണം വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഉമ്മ പിന്നെ അവിടെ തന്നെ നിന്ന് കേട്ടോ. പനിച്ചാലും ഉമ്മക്ക് തീരെ കഴിയൂല. പിന്നെ ഫുഡൊന്നും അധികം കഴിക്കൂല കേട്ടോ ഉമ്മ. എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ലേ? ഒരു മിനിറ്റ്. അപ്പം എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ. അപ്പോൾ ഓക്ക് പിന്നെ എൻ്റെ അടുത്ത വീട്ടിലത്തെ ഒരു കുട്ടി കുറച്ച് വളം കൊടുത്തിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ വിളിക്കുക കേട്ടോ. പിന്നെ ഉമ്മ ഇവിടെ ടൈലൊക്കെ ആയതുകൊണ്ട് ഉമ്മക്ക് നല്ല തണുപ്പും ആയതുകൊണ്ട് വയലായതുകൊണ്ട് ഇവിടെ അനിയൻ്റെ അവിടെയും നല്ല തണുപ്പാട്ടോ. അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ നല്ലോണം വെയ്യാണ്ടാവുമ്പോൾ ഞങ്ങൾ കൊണ്ടുവരലുണ്ട് കേട്ടോ. ഉമ്മക്ക് വാദമായതുകൊണ്ട് ഇടയ്ക്കൊന്ന് എണീക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ആയിപ്പോകും കേട്ടോ. പിന്നെ ഒരു ദിവസമൊക്കെ പറ്റ വെയ്യാണ്ടായിട്ട് പിന്നെ അങ്ങനെ ശരിയാവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയിട്ട് കാണിച്ചതാണ് കേട്ടോ ഉമ്മാൻ്റെ വീട്. അപ്പോൾ ഉമ്മക്ക് ഇപ്രാവശ്യം പഞ്ചായത്തിൽ നിന്ന് കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത് കാണുന്ന നമ്മുടെ പഞ്ചായത്തത്തെ തിരുനെല്ലി പഞ്ചായത്തത്തെ ആൾക്കാരും നമ്മളെ വാർഡ് മെമ്പറും എന്തായാലും കൊടുക്കുന്ന പറഞ്ഞത്. അപ്പം പെട്ടെന്ന് തന്നെ കൊടുക്കുക. അതാണ് കേട്ടോ ഉമ്മാൻ്റെ വീടിൻ്റെ അവസ്ഥ. മുഴുവനും പോയിട്ടുണ്ട്. അപ്പം ഞാൻ ലച്ചുവിൻ്റെ വള കാണിച്ചു തരാം കേട്ടോ. അപ്പം ഇതാ നമ്മുടെ ലച്ചുക്ക് കിട്ടിയ വളകളാട്ടോ. വള പൊതുവേ വളകൾ അങ്ങനെ ഇടലില്ല കേട്ടോ. എത്ര വളം ഉണ്ടെങ്കിലും അങ്ങനെ ഇടലില്ല. പിന്നെ ഒക്കെ ഇങ്ങനെ കുറേ കാണുന്നതൊക്കെ ഇതൊക്കെ അവളെ അനിയത്തേക്ക് കൊടുക്കാനാട്ടോ. സനക്ക് കൊടുക്കാനാട്ടോ പറയുന്നത്. ഇപ്പൊ ഇത്രയും വളകളുണ്ട് കേട്ടോ. ഓക്ക് ഈ മൈലാഞ്ചി ഇട്ട് കൊടുത്തതും ആ കുട്ടി തന്നെ കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. എൻ്റെ കൂടെ തന്നെയായിരുന്നു. അത് ടീച്ചർ വെറുതെ വാങ്ങിക്കൊടുത്തല്ല കേട്ടോ. പരിപാടിക്ക് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് വാങ്ങിക്കൊടുത്ത. എല്ലാം അത്യാവശ്യം നല്ല വളകളൊക്കെ തന്നെ കേട്ടോ. നല്ല വളകളാണ്. എനിക്ക് പിന്നെ അങ്ങനെ വളം ഇടുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. എൻ്റെ കൈ കണ്ടില്ലേ, എനിക്കതിന് വലിയ ഇഷ്ടമല്ല. പിന്നെ ഒരു കൈച്ചെയിനും പിന്നെ ഇതാ ഇവള് നല്ലൊരു വള തന്നത് കേട്ടോ. അപ്പം അതിങ്ങനെ ഇട്ടതാണ്. എനിക്കങ്ങനെ വളർന്നു ഇടുന്നത് വലിയ ഇഷ്ടമല്ല കേട്ടോ. ഇങ്ങനത്തെ വളർന്ന് ഞാൻ ഇടൂല. പിന്നെ എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇങ്ങനെ എനിക്കകത്തൊന്നും ഇഷ്ടമല്ല. അപ്പോൾ എനിക്കിങ്ങനെയൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഈ വള, മാലകള്, മുത്തുമാലൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ ഇവക്ക് ഒരനിയത്തിയും 2 അനിയത്തിമാരും ഒരു ഇത്താത്തയും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിലേറ്റവും ചെറിയ കുട്ടിക്കാണ് സനക്ക് എന്ന് പറഞ്ഞിട്ടാട്ടോ ഓൾ ഇതൊക്കെ മാറ്റി വെക്കുന്നത്. ഇങ്ങനെ പൊതുവെ ആരും ഇഷ്ടപ്പെടാത്ത ഒരാളാട്ടോ ലച്ചുക്ക് സനക്കുട്ടീനെ ഭയങ്കര ഇഷ്ടാട്ടോ. മുത്തോള് വീഴുണ്ടോ? അപ്പം അത് മാറ്റി വെക്ക്. പിന്നെ ലച്ചു ഇതൊന്നും ഇട്ടിട്ടില്ലെങ്കിലും ലച്ചുക്ക് ഇതൊക്കെ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ പണ്ട് ശേഖരിച്ച് വെക്കൂലേ, ഈ സോപ്പിൻ്റെ കൂടും അങ്ങനത്തെ ഒക്കെ ശേഖരിച്ച് വെക്കൂലേ, മുട്ടായി കൂടൊക്കെ ശേഖരിച്ച് വെക്കൂലേ, എന്നാൽ അതേപോലെ കേട്ടോ ഈ ലച്ചുക്ക്. പിന്നെ അതേപോലെ ഈ ഗിൽറ്റ് അമ്മച്ചി പറയട്ടെ, ഈ ഗിൽറ്റുള്ള പേപ്പേഴ്സ് പിന്നെ അങ്ങനത്തതൊക്കെ അവൾ സൂക്ഷിച്ച് വെക്കും കേട്ടോ. അതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.
ഞാൻ പണ്ട് സോപ്പും കവറ് പിന്നെ അതേപോലെ മിഠായി കവറ് അതൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കേട്ടോ. ഇവള് ഇതേപോലെ എവിടെയെങ്കിലും പിന്നെ ഈ നബിദിന പരിപാടി അങ്ങനത്തെ കഴിഞ്ഞ് വരുമ്പോ നല്ല കുട്ടി കരിവാള എടുത്തിട്ടുണ്ടേ. നല്ല കുട്ടി കരിവാളയാണ്. അപ്പൊ ഞാൻ പറഞ്ഞാൽ ഇവള് ഇങ്ങനെ എവിടെയെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോ ഈ നബിദിനം അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകുമ്പോ ഈ ഒട്ടിച്ചിട്ടുണ്ടാവൂലേ അതൊക്കെ പിന്നെ ഈ കുട്ടികളൊക്കെ പറിക്കുമ്പോൾ ഇവളായിട്ട് പോയി പറിക്കൂല കേട്ടോ. ഇങ്ങനെ കുട്ടികളൊക്കെ പറിച്ചിട്ടിട്ടൊക്കെ ഉണ്ടാവുമ്പോൾ അതൊക്കെ കണ്ടാൽ ഇവൾ എടുക്കും കേട്ടോ. നമുക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതേ സ്വഭാവം എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഒരു മിനിറ്റ് ക്യാമറ ഒന്ന് തുറക്കട്ടെ. ഞാൻ ക്യാമറ അത്രയും നേരം ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഒരു ചെറിയ മങ്ങലുണ്ടായിരുന്നേ. ഇതേപോലത്തെ വളകൾ ഞാൻ കുറച്ച് മേലെയും കൊടുത്തിനെ. എന്തായാലും കൊടുത്തേക്കാം. ഇതൊക്കെ സനക്കാണ്. ഈ കുട്ടികളെ ഫുള്ള് സനക്കുട്ടിക്കാണ്. ഈ ഒരു ഡിസൈൻ ഒക്കെ കൊടുക്കാൻ തോന്നുന്നില്ലേ? കൊടുക്കാൻ തോന്നുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു വളരെ ഈ ഡിസൈൻ നോക്കുമ്പോ ഇവക്ക് നമ്മൾ കുറേ വളകളൊക്കെ വാങ്ങി കൊടുത്തു കേട്ടോ. പക്ഷെ ഇവക്ക് വള ഇടുന്നത് വലിയൊരു താല്പര്യം ഇല്ല കേട്ടോ. എന്നിട്ട് എന്താ നിനക്ക് വാങ്ങി തന്ന വളകളൊക്കെ അവിടെ കുറേ വള ഉണ്ടായില്ല. എന്നിട്ട് കമ്പി വള പൊട്ടുവോ? സത്യം പറയല്ലേ? ക്യാമറ നോക്കിയിട്ട് പറയും. ഇവക്ക് വള അങ്ങനെ ഇവളെ കയ്യിൽ ഇടൂല കേട്ടോ അധികം. പിന്നെ ഇതേപോലത്തെ മറ്റേ ചുറ്റുവള ഇപ്പൊ വാങ്ങി തന്നിട്ടുണ്ടായില്ലേ? ഈ മുത്തിൻ്റെതൊക്കെ കൊറേ വാങ്ങി തന്നിട്ടുണ്ടായില്ലേ? അങ്ങനത്തെ കൊറേ വാങ്ങി തന്നിട്ടുണ്ടായില്ല. അതൊക്കെ എവിടെ? ഒറ്റ ഒന്നല്ലേ ഉള്ളു, ബാക്കി എവിടെ? സത്യം പറയച്ചു. അതാ പറഞ്ഞത്. ഇവള് കയ്യില് ഇനി വള നിക്കായിട്ടാണോ ഇഷ്ടമല്ലായിട്ടാണോ ഒന്നും അറിയില്ല. ഇവള് വള അധികം ഇടൂല കേട്ടോ. അപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇവളെ വള. ഇത് തന്ന് ഇത് ലച്ചുക്ക് കൊടുത്ത മോളൂക്ക് സ്പെഷ്യൽ താങ്ക്സ്. താങ്ക്സ് മോള് താത്ത പറയും. കരിവാള ഇത് ഒരു കൈ വന്ന് എന്റെ കൈ ഇതൊക്കെ മോളുത്താത്തന്നെ ചെറുപ്പത്തിലേ എടുത്തു വെച്ചതൊക്കെ സൂക്ഷിച്ച് വെച്ചതേ ഇരിക്കും. പിന്നെ അങ്ങനെ ഇത്ര കുഞ്ഞു വളയൊക്കെ മോളുത്താത്ത നോക്ക്. അല്ലെങ്കിൽ മോളുത്താത്തയും പിന്നെ നമ്മള് നല്ലത് എടുത്തു വെക്കുന്ന പോലെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ വള. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ വളകള്. അപ്പൊ നമുക്ക് സനക്ക് കൊടുക്കാം, പൊന്നൂക്ക് കൊടുക്കാം, ഇനുമാക്ക് കൊടുക്കാം. അപ്പൊ ഇതൊക്കെ നമുക്ക് എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്നും ലച്ചൊറ്റക്ക് എടുക്കൂല, നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാം. എനിക്കൊന്ന് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്കങ്ങനെ വള ഓവറൊന്നും ഇഷ്ടമല്ല. പക്ഷെ എനിക്ക് കരിവള ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഓക്കെ, ബൈ ബൈ. അപ്പൊ കൂട്ടുകാരെ, ലച്ചുക്ക് ഒന്ന് മദ്രസ പോയി വന്നപ്പോൾ തൊട്ട് ലച്ചു പറയാൻ തുടങ്ങിയതാട്ടോ. ഒന്ന് ഓളെ ബുക്ക് നോക്കുന്ന്. അപ്പം നമുക്കോളെ ബുക്ക് നോക്കാം എന്താ സംഭവം കേട്ടോ. ഇതാട്ടോ ഓള് വളയേണ്ടത് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓള് പിന്നെ ഓക്ക് അടുത്തുള്ളൊരു കുട്ടി കുറച്ച് വള കൊടുത്തതാണ്. അപ്പം അതിലോള് വേറെ ആക്കുക കേട്ടോ. ഓക്കുള്ളത്
പിന്നെ അതേപോലെ അവളെ അനിയത്തി സനക്കുള്ളത്, പിന്നെ ഇനൂക്കുള്ളത്, പിന്നെ പൊന്നൂക്കുള്ളതൊക്കെ ആയിട്ട് അവൾ ഓരോന്നും വേറെ വേറെ ആക്കി കേട്ടോ. അപ്പം നമുക്ക് അവളെ ബുക്ക് നോക്കാം മദർസത്തെ. അപ്പം നമുക്ക് അവളെ ബുക്ക് നോക്കാം കേട്ടോ. വളയേണ്ടത് നോക്കി നിന്നാൽ ഇപ്പം തീരൂല, നമുക്ക് ബുക്ക് നോക്കാം. അപ്പം ഇതാട്ടോളെ മദർസത്തെ ബുക്ക്. അപ്പം നമുക്ക് നോക്കാം കേട്ടോ. അവൾ 1ാം ക്ലാസ്സിലാട്ടോ പഠിക്കുന്നത്. എല്ലായിടത്തിലും അവൾ ഇത് എഴുതും കേട്ടോ. ദിയാനൗറിൻ മൂസിന എന്നുള്ളത് എപ്പോഴും എഴുതും കേട്ടോ. അപ്പം ഇതാ ഇതിപ്പോൾ നീ വെച്ചല്ലേ 10ൽ 10 മാർക്ക് കിട്ടി. വെരി ഗുഡ്. എനിക്ക് 1 മാർക്കായിരുന്നു കിട്ടിയത്. അപ്പൊ ഇപ്പോൾ ഒരു പ്രാവശ്യം മദർസിൽ പോയപ്പോൾ പിന്നെ ഡിക്റ്റേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾ പഠിക്കാണ്ടായിരുന്നു പോയത്. അപ്പോൾ അവൾക്ക് ഇതാ കണ്ടില്ലേ കുറേ തെറ്റൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ അന്ന് ഞാൻ കുറച്ച് അവളടുത്ത് പറഞ്ഞു കേട്ടോ, പഠിക്കണം ബാക്കോട്ടാണെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്ന് മദർസത്തത് ഇരുന്ന് പഠിക്കും കേട്ടോ. അപ്പോൾ അവളിപ്പോൾ ഇന്ന് മദർസ വിട്ട് വന്നാൽ ഇരുന്ന് പഠിക്കും കേട്ടോ. അപ്പോൾ കിട്ടിയതാണിത്. അപ്പോൾ ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോള്. ദിയാന്ന് എഴുതിയിട്ടുണ്ട്. എഫ് ഇതെന്താ എഫ് ലവ് എന്നേതാരൊക്കെയാ? പാച്ചുവിൻ്റെ പേര് ഫർഹാൻ കേട്ടോ. പിന്നെ ഉപ്പച്ചീൻ്റെ പേര് നൗഷാദ് എന്ന്. അതാണ് അവരത് ഇട്ടിട്ട് ലവ് ഇട്ടിട്ടുണ്ട്. പിന്നെ ദിയാന്നും പിന്നെ മൂസിനാന്ന് ഇട്ടിട്ട് അവിടെ ലവ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവൾ എവിടെ ദിയാന്ന് എഴുതാണെങ്കിലും അവിടെ എൻ്റെ ഒരു ഇതുണ്ടാവും കേട്ടോ. കാരണം നിനക്ക് ഉമ്മച്ചീനെ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളാട്ടോ എൻ്റെ ലച്ചു. പാച്ചു സ്നേഹിക്കുന്നുണ്ട്, പക്ഷെ പാച്ചുക്ക് കുറച്ചും കൂടി ഇഷ്ടം അവൻ്റെ ഉപ്പാൻ്റെ ഉമ്മാനോടാട്ടോ. ഇവക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ എന്നെ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ എല്ലാം കേട്ടോ ഇവൾ അതേപോലെ സ്കൂളിൽ വിട്ട് വന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്തും പറയും. പക്ഷെ ഞാനും ആരോട് പറയാനില്ലാന്നൊക്കെ തോന്നിയിരിക്കുമ്പോൾ ഇവളോടെല്ലാം ഞാൻ പറയും കേട്ടോ. എല്ലാ കാര്യങ്ങളും പറയും. അപ്പം എൻ്റെ ഉമ്മ അതേപോലെ തന്നെ കേട്ടോ, എല്ലാ കാര്യങ്ങളും എന്നോട് പറയും. ഞാൻ ഉമ്മാനോടും പറയും കേട്ടോ. ഞങ്ങളൊക്കെ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സുകളല്ലേ ലച്ചുട്ടി? അപ്പം ഇതാട്ടോ, അങ്ങനെ നമുക്ക് ബുക്ക് മടക്കി വെക്കാം. എല്ലാം കൊടുക്കാന്ന് പറയുന്നുണ്ട് കേട്ടോ. എല്ലാം കൊടുക്കുമെന്ന് തമ്പുരാനറിയാം ലച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇഷ്ടപ്പെട്ടാല് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ തലവേദന, ജലദോഷം, ചുമ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. സൗണ്ടും മാറുന്നുണ്ട്. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.